അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. മിൻഹാജുത് ത്വാലിബീൻ, കിതാബുൽ ഫറാഇദ്, ദർസ് 30. ദവുൽ അർഹാം, സമഗ്ര പഠനം, പാർട്ട് 6. മിൻഹാജു ത്വാലിബീനിലെ ഇബാറത്ത് വായിക്കുന്നതിന് മുൻപ് ഇന്ന് പറയാനുള്ള ആശയങ്ങൾ വളരെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന രൂപത്തിൽ പറയാം. ഇന്നത്തെ സബക്ക് കേൾക്കുമ്പോൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് പറയുന്നത്. എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം. ഒരിക്കൽ കേട്ടിട്ട് മനസ്സിലാകാത്തവർ ആവർത്തിച്ച് കേൾക്കണം. ഒരു നോട്ട് ബുക്കിൽ എഴുതി വച്ചാൽ കൂടുതൽ ഉപകരിക്കും. ഓരോന്നിനെ കുറിച്ചും നന്നായി ചിന്തിച്ച് മനസ്സിലാക്കണം. താരതമ്യം ചെയ്ത് പഠിക്കേണ്ട പല ആശയങ്ങളുമുണ്ട്. അവ താരതമ്യം ചെയ്ത് പഠിക്കുകയും ചെയ്യണം. 1. ഉമ്മയൊത്ത പിതൃവ്യൻ ദവുൽ അർഹാം എന്ന വിഭാഗത്തിൽ പെട്ട വ്യക്തിയാണ്. 2. മാതാപിതാക്കളൊത്ത പിതൃവ്യനും ഉപ്പയൊത്ത പിതൃവ്യനും അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 3. മാതാപിതാക്കളൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കളും ഉപ്പയൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കളും ഉമ്മയൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കളും ദവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 4. ഉമ്മയൊത്ത പിതൃവ്യന്മാരുടെ ആൺമക്കൾ ദവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 5. മാതാപിതാക്കളൊത്ത പിതൃവ്യന്മാരുടെ ആൺമക്കളും ഉപ്പയൊത്ത പിതൃവ്യന്മാരുടെ ആൺമക്കളും അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 6. മാതാപിതാക്കളൊത്ത അമ്മായികളും ഉപ്പയൊത്ത അമ്മായികളും ഉമ്മയൊത്ത അമ്മായികളും ദവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 7. മാതാപിതാക്കളൊത്ത അമ്മാവന്മാരും ഉപ്പയൊത്ത
അമ്മാവന്മാരും ഉമ്മയൊത്ത അമ്മാവന്മാരും റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 8 ഉമ്മയുടെ എല്ലാ സഹോദരന്മാരും റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 9 ഉപ്പയുടെ മാതാപിതാക്കളൊത്ത സഹോദരന്മാരും ഉപ്പയുടെ ഉപ്പയൊത്ത സഹോദരന്മാരും അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 10 ഉപ്പയുടെ ഉമ്മയൊത്ത സഹോദരന്മാർ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. 11 മാതാപിതാക്കളൊത്ത മാതൃ സഹോദരിമാരും ഉപ്പയൊത്ത മാതൃ സഹോദരിമാരും ഉമ്മയൊത്ത മാതൃ സഹോദരിമാരും റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. ഇനി ആദ്യം മിൻഹാജു ത്വാലിബീനിലെ ഇബാറത്തുകൾ വായിച്ച് കൃത്യമായി അർത്ഥങ്ങൾ പറയാം. അതിനുശേഷം നിഹായത്തുൽ മുഹ്താജ്, മുഗ്നിൽ മുഹ്താജ് എന്നിവയിലെ ശറഹുകളും അർത്ഥം വെച്ച് വിശദീകരിക്കാം. ഓരോ ലഫ്ളിന്റെയും അർത്ഥം എങ്ങനെയാണ് പറയുന്നത് എന്ന് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. പ്രധാനപ്പെട്ടവ എഴുതി വെക്കണം. അവസാനം ഈ സബത്തിൽ പരാമർശിച്ച ലഫ്ളുകളുടെയും അനുബന്ധ ലഫ്ളുകളുടെയും കൃത്യമായ അർത്ഥങ്ങൾ പറയും. അവയും എഴുതി വെക്കണം. ഇവയെല്ലാം നിങ്ങൾക്ക് ഭാവിയിൽ കൂടുതൽ ഉപകരിക്കും. കൂടുതൽ ഉപകരിക്കണമെങ്കിൽ എഴുതി സൂക്ഷിക്കണം. ഇനി മിൻഹാജു ത്വാലിബീൻ എന്ന കിതാബിലെ ഇബാറത്തുകൾ വായിക്കാം. വൽ അമ്മു ലിൽ ഉമ്മി വ ബനാത്തുൽ അഅമാമി വൽ അമ്മാതു വൽ അഖ്വാലു വൽ ഖാലാത്തു വൽ അമ്മു ലിൽ ഉമ്മി ഉമ്മയൊത്ത പിതൃവ്യനും വ ബനാത്തുൽ അഅമാമി പിതൃവ്യന്മാരുടെ പെൺമക്കളും വൽ അമ്മാതു അമ്മായികളും വൽ അഖ്വാലു മാതൃ സഹോദരന്മാരും വൽ ഖാലാത്തു മാതൃ സഹോദരിമാരും. ഇനി ആദ്യം നിഹായത്തുൽ മുഹ്താജ് 6-ാം വാള്യം 14-ാം പേജിൽ നിന്ന് വായിക്കാം.
വൽ അമ്മു ലിൽ ഉമ്മി, ഉമ്മയൊത്ത പിതൃവ്യനും, ഐ അതായത് അഹുൽ അബി, ഉപ്പയുടെ സഹോദരൻ, ലി ഉമ്മിഹി, അദ്ദേഹത്തിന്റെ ഉമ്മയൊത്ത, ലി ഉമ്മിഹി അദ്ദേഹത്തിന്റെ ഉമ്മക്കുള്ള, മുഗ്നിൽ മുഹ്താജിൽ വൽ അമ്മു ബിർറഫ്ഇ ലിൽ ഉമ്മി വഹുവ അഹുൽ അബി ലി ഉമ്മിഹി എന്നാണ് ഉള്ളത്. വൽ അമ്മു ബിർറഫ്ഇ, റഫ്അ കൊണ്ട് വൽ അമ്മു എന്ന് വായിക്കണം. ലിൽ ഉമ്മി, വൽ അമ്മു ലിൽ ഉമ്മി വഹുവ ഇദ്ദേഹം, അഹുൽ അബി ഉപ്പയുടെ സഹോദരനാണ്, ലി ഉമ്മിഹി അദ്ദേഹത്തിന്റെ ഉമ്മയൊത്ത. ഉമ്മയൊത്ത പിതൃവ്യൻ എന്നതുകൊണ്ട് ഉദ്ദേശ്യം ഉപ്പയുടെ ഉമ്മയൊത്ത സഹോദരനാണ്. അദ്ദേഹം റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ട വ്യക്തിയാണ്. മാതാപിതാക്കളൊത്ത പിതൃവ്യനും ഉപ്പയൊത്ത പിതൃവ്യനും അൽ വാരിസൂന എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. വബനാത്തുൽ അഅ്മാമി, പിതൃവ്യന്മാരുടെ പെൺമക്കളും. വബനാത്തുൽ അഅ്മാമി എന്നതിന് നിഹായത്തുൽ മുഹ്താജിൽ ശർഹില്ല. മുഗ്നിൽ മുഹ്താജിലുള്ളത് ലി അബവൈനി ഔ ലി അബിൻ ഔ ലി ഉമ്മി വകദാ ബനുൽ അഅ്മാമി ലിൽ ഉമ്മി എന്നാണ്. മുഗ്നിൽ മുഹ്താജിന്റെ ചില കോപ്പികളിൽ ലി അബവൈനി എന്ന് എഴുതേണ്ടതിന് പകരം അൽ അബവൈനി എന്ന് എഴുതിയിട്ടുണ്ടാകും. അവിടെ നിങ്ങൾ അലിഫ് മായ്ച്ചു കൊടുത്ത് ലി അബവൈനി എന്നാക്കണം. ഇത് വിശദീകരിക്കാം. ബനാത്തുൽ അഅ്മാമി ലി അബവൈനി, മാതാപിതാക്കളൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കൾ. ബനാത്തുൽ അഅ്മാമി ലി അബി, ഉപ്പയൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കൾ. ബനാത്തുൽ അഅ്മാമി ലി ഉമ്മി, ഉമ്മയൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കൾ. വകദാ ബനുൽ അഅ്മാമി ലിൽ ഉമ്മി, ഉമ്മയൊത്ത പിതൃവ്യന്മാരുടെ ആൺമക്കൾ ഇതുപോലെയാണ്. ഉമ്മയൊത്ത പിതൃവ്യന്മാരുടെ ആൺമക്കൾ റവുൽ അർഹാം എന്ന വിഭാഗത്തിൽ ഉൾപ്പെട്ടവരാണ്. വൽ അമ്മാതു എന്നതിന്റെ ശറഹിൽ നിഹായത്തുൽ മുഹ്താജിലും മുഗ്നിൽ മുഹ്താജിലും ബിർറഫ്ഇ എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. ബിർറഫ്ഇ എന്ന് എഴുതാൻ കാരണം
വൽ അമ്മാത്തു എന്ന് വായിച്ചാലേ ആശയം ശരിയാവുകയുള്ളൂ. വൽ അമ്മാത്തി എന്ന് വായിച്ചാൽ ആശയം തെറ്റിപ്പോകും. തെറ്റാതിരിക്കാൻ ബിർ റഫ്ഇ എന്ന് പ്രത്യേകം ശറഹിൽ എഴുതിയതാണ്. വൽ അഖ്വാലു വൽ ഖാലാത്തു, മാതൃ സഹോദരന്മാരും മാതൃ സഹോദരിമാരും. മുഗ്നിൽ മുഹ്താജിൽ ഇതിന്റെ ശറഹിൽ കാണാം കുല്ലുൻ മിൻഹും, ഇവരിൽ നിന്ന് ഓരോരുത്തരും, മിൻ ജിഹാദിഹി സലാസി, അതിന്റെ 3 ഭാഗങ്ങളിൽ നിന്നും, ഇനി പല രൂപത്തിലും ഈ വിഭാഗം വരുമല്ലോ. അതുകൊണ്ട് വരാൻ സാധ്യതയുള്ള ചിലത് ഞാൻ പറയാം. ചിലപ്പോൾ ഒരു വിഭാഗത്തിൽ ഒരാളായിരിക്കും, ചിലപ്പോൾ ഒന്നിലധികം ആളുകൾ ഉണ്ടാകും. ഉദാഹരണം, അൽ അമ്മു ലിൽ ഉമ്മി, ഉമ്മയൊത്ത പിതൃവ്യൻ. അൽ അമ്മാനി ലിൽ ഉമ്മി, ഉമ്മയൊത്ത 2 പിതൃവ്യന്മാർ. അൽ അമാമു ലിൽ ഉമ്മി, ഉമ്മയൊത്ത പിതൃവ്യന്മാർ. അതുപോലെ മറ്റു വിഭാഗങ്ങളിലും പല രൂപത്തിലും വരും. ഈ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കുകയും മനസ്സിൽ ഉറപ്പിക്കുകയും ചെയ്യണം. ഏതെല്ലാം വിധത്തിൽ വരാൻ സാധ്യതയുണ്ട് എന്ന് ചിന്തിക്കണം. ചിലത് പറയാം. ബിൻതുൽ അമ്മി ലി അബവൈനി, മാതാപിതാക്കളൊത്ത പിതൃവ്യന്റെ മകൾ. ബിൻതുൽ അമ്മി ലി അബിൻ, ഉപ്പയൊത്ത പിതൃവ്യന്റെ മകൾ. ബിൻതുൽ അമ്മി ലി ഉമ്മി, ഉമ്മയൊത്ത പിതൃവ്യന്റെ മകൾ. ബിൻതാ അമ്മിൻ ലി അബവൈനി, മാതാപിതാക്കളൊത്ത പിതൃവ്യന്റെ 2 പെൺമക്കൾ. ബിൻതാ അമ്മിൻ ലി അബിൻ, ഉപ്പയൊത്ത പിതൃവ്യന്റെ 2 പെൺമക്കൾ. ബിൻതാ അമ്മിൻ ലി ഉമ്മിൻ, ഉമ്മയൊത്ത പിതൃവ്യന്റെ 2 പെൺമക്കൾ. ബനാത്തുൽ അമ്മി ലി അബവൈനി, മാതാപിതാക്കളൊത്ത പിതൃവ്യന്റെ പെൺമക്കൾ. ബനാത്തുൽ അമ്മി ലി അബിൻ, ഉപ്പയൊത്ത പിതൃവ്യന്റെ പെൺമക്കൾ. ബനാത്തുൽ അമ്മി ലി ഉമ്മിൻ, ഉമ്മയൊത്ത പിതൃവ്യന്റെ പെൺമക്കൾ. ബിൻതാ അമ്മൈനി ലി അബവൈനി, മാതാപിതാക്കളൊത്ത 2 പിതൃവ്യന്മാരുടെ 2 പെൺമക്കൾ. ബിൻതാ അമ്മൈനി ലി അബിൻ, ഉപ്പയൊത്ത 2 പിതൃവ്യന്മാരുടെ 2 പെൺമക്കൾ. ബിൻതാ അമ്മൈനി ലി ഉമ്മിൻ, ഉമ്മയൊത്ത 2 പിതൃവ്യന്മാരുടെ 2 പെൺമക്കൾ. ബനാത്തുൽ അഅ്മാമി ലി അബവൈനി, മാതാപിതാക്കളൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കൾ. ബനാത്തുൽ അഅ്മാമി
ലി അബിൻ ഉപ്പയൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കൾ. ബനാത്തുൽ അഅ്മാമി ലി ഉമ്മിൻ ഉമ്മയൊത്ത പിതൃവ്യന്മാരുടെ പെൺമക്കൾ. ബനുൽ അഅ്മാമി ലിൽ ഉമ്മി ഈ വിഭാഗവും പല വിധത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഇബ്നുൽ അമ്മി ലിൽ ഉമ്മി ഉമ്മയൊത്ത പിതൃവ്യന്റെ മകൻ. ഇബ്ന അമ്മിൻ ലിൽ ഉമ്മി ഉമ്മയൊത്ത പിതൃവ്യന്റെ രണ്ടു ആൺമക്കൾ. ബനുൽ അമ്മി ലിൽ ഉമ്മി ഉമ്മയൊത്ത പിതൃവ്യന്റെ ആൺമക്കൾ. ബനുൽ അഅ്മാമി ലിൽ ഉമ്മി ഉമ്മയൊത്ത പിതൃവ്യന്മാരുടെ ആൺമക്കൾ. ഇനിയും പല രൂപത്തിലും വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തുക. അമ്മാത്ത് ഇത് പല രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. അമ്മത്തുൻ, അമ്മത്താനി, അമ്മാത്തുൻ. അൽ അഖ്വാലു ഇതും പല രൂപത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഖാലുൻ, ഖാലാനി, അഖ്വാലു. അൽ ഖാലാത്തു ഈ വിഭാഗവും പല വിധത്തിൽ വരാൻ സാധ്യതയുണ്ട്. ഖാലത്തുൻ, ഖാലത്താനി, ഖാലാത്തുൻ. മുൻപ് പറഞ്ഞ വിശദീകരണങ്ങളിൽ നിന്ന് ഇവ എങ്ങനെയെല്ലാം പറയണമെന്ന് നിങ്ങൾക്ക് ചിന്തിച്ച് കണ്ടെത്താൻ സാധിക്കും. ഇനി ഇന്ന് പരാമർശിച്ച ലഫ്ദുകളും അവയുടെ അനുബന്ധങ്ങളും പറഞ്ഞു തരാം. ഇവ എഴുതി വെക്കണം. അമ്മുൻ, അമ്മൻ, അമ്മിൻ. അമ്മുൻ പിതൃവ്യൻ, അമ്മൻ പിതൃവ്യനെ, അമ്മിൻ പിതൃവ്യന്റെ, അമ്മാനി, അമ്മൈനി. അമ്മാനി രണ്ടു പിതൃവ്യന്മാർ, അമ്മൈനി രണ്ടു പിതൃവ്യന്മാരെ, അമ്മൈനി രണ്ടു പിതൃവ്യന്മാരുടെ. അമ്മത്തുൻ അമ്മായി, അമ്മത്തൻ അമ്മായിയെ, അമ്മായിയോട്. അമ്മത്തിൻ അമ്മായിയുടെ. അമ്മത്തുൻ, അമ്മത്തൻ, അമ്മത്തിൻ. അമ്മത്താനി, അമ്മത്തൈനി. അമ്മത്താനി രണ്ടു അമ്മായികൾ, അമ്മത്തൈനി രണ്ടു അമ്മായികളെ, അമ്മത്തൈനി രണ്ടു അമ്മായികളുടെ. അമ്മുൻ, അമ്മത്തുൻ എന്നിവ താരതമ്യം ചെയ്ത് പഠിക്കുക. അമ്മാനി, അമ്മത്താനി എന്നിവ താരതമ്യം ചെയ്ത് പഠിക്കുക. അമ്മൈനി, അമ്മത്തൈനി എന്നിവ താരതമ്യം ചെയ്ത് പഠിക്കുക. അഅ്മാമുൻ, അഅ്മാമൻ, അഅ്മാമിൻ. അഅ്മാമുൻ പിതൃവ്യന്മാർ, അഅ്മാമൻ പിതൃവ്യന്മാരെ, അഅ്മാമിൻ പിതൃവ്യന്മാരുടെ. അമ്മാത്തുൻ, അമ്മാത്തിൻ. അമ്മാത്തുൻ അമ്മായികൾ, അമ്മാത്തിൻ അമ്മായികളെ, അമ്മാത്തിൻ അമ്മായികളുടെ. ഏതെല്ലാം വിധത്തിൽ വരും എന്ന് ചിന്തിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ പറയുന്നത്.
ഇവയല്ലാത്ത മറ്റു അർത്ഥങ്ങളിലും വരും. കൂടുതൽ സാധ്യതയുള്ളവ പറഞ്ഞതാണ്. കിതാബുകൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മുതഅല്ലിംകൾക്ക് അർത്ഥം വെക്കാൻ കൂടുതൽ ഉപകാരപ്പെടും. ഖാലുൻ, ഖാലാനി, അഖ്വാലുൻ. ഖാലുൻ മാതൃ സഹോദരൻ, ഖാലാനി രണ്ടു മാതൃ സഹോദരന്മാർ, അഖ്വാലുൻ മാതൃ സഹോദരന്മാർ. ഖാലത്തുൻ, ഖാലത്താനി, ഖാലാത്തുൻ. ഖാലത്തുൻ മാതൃ സഹോദരി, ഖാലത്താനി രണ്ടു മാതൃ സഹോദരികൾ, ഖാലാത്തുൻ മാതൃ സഹോദരികൾ. ഖാലുൻ, ഖാലൻ, ഖാലിൻ. ഖാലത്തുൻ, ഖാലത്തൻ, ഖാലത്തിൻ എന്നിവയുടെ അർത്ഥങ്ങൾ ഏതെല്ലാം വിധത്തിൽ വരും നിങ്ങൾ ചിന്തിച്ച് കണ്ടെത്തുക. നേരത്തെ ഞാൻ പറഞ്ഞതനുസരിച്ച് നിങ്ങൾ ചിന്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. ഖാലാനി, 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 ഖാലത്താനി എന്നിവയുടെ അർത്ഥങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുക. ഖാലാനി, ഖാലൈനി എന്നിവയുടെ വിവിധ അർത്ഥങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുക. ഖാലത്താനി, ഖാലത്തൈനി എന്നിവയുടെ വിവിധ അർത്ഥങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കുക. ഖാലാനി, ഖാലത്താനി, ഖാലാനി, ഖാലൈനി, ഖാലത്താനി, ഖാലത്തൈനി ഇവയെല്ലാം താരതമ്യം ചെയ്ത് പഠിച്ചാൽ ചില പ്രയോഗങ്ങൾ, വലിയ പ്രയോജനങ്ങളുണ്ട്. അതുപോലെ ഖാലാത്തുൻ, ഖാലാത്തിൻ എന്നിവയുടെ വിവിധ അർത്ഥങ്ങൾ താരതമ്യം ചെയ്ത് പഠിക്കേണ്ടതാണ്. അഖ്വാലുൻ, ഖാലാത്തുൻ എന്നിവയുടെ അർത്ഥങ്ങളും, അഖ്വാലൻ, ഖാലാത്തിൻ എന്നിവയുടെ അർത്ഥങ്ങളും, അഖ്വാലിൻ, ഖാലാത്തിൻ എന്നിവയുടെ അർത്ഥങ്ങളും താരതമ്യം ചെയ്ത് പഠിക്കേണ്ടവയാണ്. ഖുഊലത്തുൻ അമ്മാവൻ സ്ഥാനം, ഖുഊലത്തുൻ മാതുലത്വം, ഉമൂമത്തുൻ പിതൃവ്യൻ സ്ഥാനം. ഖാലുൻ എന്ന ഇസ്മ പഠിക്കുന്നതിന് അനുബന്ധമായി ഖാല എന്ന മാദിയും യഖൂലു എന്ന മുളാരിയും ഖൗലൻ എന്ന മസ്ദറും പഠിക്കുക. ഖാല അദ്ദേഹം പോറ്റി, ഖാല അദ്ദേഹം പാലിച്ചു, യഖൂലു അദ്ദേഹം പോറ്റുന്നു, അദ്ദേഹം പാലിക്കുന്നു, അദ്ദേഹം പോറ്റും, അദ്ദേഹം പാലിക്കും. ഖൗലൻ പോറ്റൽ, ഖൗലൻ പാലിക്കൽ. ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിലുള്ള ഖവ്വല യുഖവ്വിലു തഖ്വീലൻ എന്നിവയെ കുറിച്ച് വിശദമായി പഠിക്കുക. ഖവ്വല അവൻ നൽകി, ഖവ്വല അദ്ദേഹം പ്രദാനം ചെയ്തു. അമ്മുൻ പിതൃവ്യൻ, പിതൃ സഹോദരൻ. അമ്മുൻ ചിറ്റപ്പൻ, അമ്മുൻ പേരപ്പൻ. ചിറ്റപ്പൻ എന്ന അർത്ഥത്തിലും പേരപ്പൻ എന്ന അർത്ഥത്തിലും അമ്മുൻ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. അമ്മുൻ എന്ന ഇസ്മിന്റെ ജംഉകൾ ഏവ? 1 ഉമൂമുൻ, 2 അഅമാമുൻ. അസ്സലാമു അലൈക്കും. ഉമൂമുൻ
പിതൃവ്യന്മാർ, ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അഅ്മാമുൻ പിതൃവ്യന്മാർ, ഇസ്ലാമിക പിതൃ സഹോദരന്മാർ, അനന്തരാവകാശ അഅ്മാമുൻ ശാസ്ത്രം. പിതൃ സഹോദരന്മാർ. വിഷയം ഉമൂമുൻ ചിറ്റപ്പന്മാർ, അഅ്മാമുൻ സഹോദരന്മാരും ചിറ്റപ്പന്മാർ. ഉമൂമുൻ അനന്തരാവകാശികളാകുമ്പോൾ പേരപ്പന്മാർ, അഅ്മാമുൻ പേരപ്പന്മാർ. അമ്മുൻ എന്ന ഒരു ഇസ്മ പഠിക്കുന്നതിന് ഉദാഹരണത്തിലൂടെ അനുബന്ധമായി അമ്മ വിശദീകരിക്കാം. എന്ന മാദിയും യഉമ്മു എന്ന മുദാരിഉം ഹംസ ഉമൂമൻ എന്ന ഹാജി മസ്ദറും പഠിക്കണം. മരിച്ചു. അമ്മുൻ എന്ന ഇസ്മിന്റെ അദ്ദേഹത്തിന്റെ ജംആയി ഉമൂമുൻ എന്ന് ഉപയോഗിക്കാറുണ്ടല്ലോ. അമ്മ എന്ന ഭാര്യ ഫിഅലിന്റെ മസ്ദറായും ഫാത്തിമ ഉമൂമുൻ എന്നും ഉമൂമൻ എന്നും ഉമൂമിൻ എന്നും 4 ഉപയോഗിക്കാറുണ്ട്. സഹോദരന്മാർ. ഒന്ന് അമ്മുൻ എന്ന സുബൈർ, ഇസ്മിന്റെ ജംഅ് ഉമൂമുൻ 2 എന്നും മുനീർ, ഉമൂമൻ എന്നും ഉമൂമിൻ എന്നും ഉപയോഗിക്കാറുണ്ട്. 3 മുബശ്ശിർ, 4 ഇബ്രാഹിം. ഉമൂമുൻ, ഉമൂമൻ, ഉമൂമിൻ. അൽ ഉമൂമു, അൽ ഉമൂമ, ആദ്യം അൽ ഉമൂമി. ഈ പ്രയോഗങ്ങൾ നിങ്ങൾ കാണുമ്പോൾ നിശ്ചിത അമ്മുൻ എന്നതിന്റെ ജം ആണോ ഓഹരിയുള്ള അമ്മ എന്നതിന്റെ മസ്ദർ ആണോ എന്ന് ചിന്തിച്ചിട്ട് അർത്ഥം പറയാം. അവകാശിനി അമ്മ ആരാണ് എന്നാണ്. അത് പൊതുവായി, അമ്മ അത് വ്യാപകമായി, ഭാര്യക്ക് മാത്രമാണ് യഉമ്മു ഈ അത് മസ്അലയിൽ പൊതുവാകുന്നു, അത് നിശ്ചിത പൊതുവാകും. യഉമ്മു ഓഹരിയുള്ളത്. അത് വ്യാപകമാകുന്നു, അത് വ്യാപകമാകും. ഉമൂമൻ മരിച്ച പൊതുവാകൽ, ഹംസ ഉമൂമൻ ഹാജിക്ക് വ്യാപകമാകൽ. ഫഅല യുഫഇലു തഫ്ഈലൻ വസ്നിലുള്ള അമ്മ മകന്റെ യുഅമ്മിമു തഅമീമൻ എന്നിവയെ കുറിച്ച് വിശദമായി പഠിക്കുക. അമ്മമ അവൻ പൊതുവാക്കി, അമ്മമ 4 അവൻ വ്യാപകമാക്കി. ജിഹത്തുൻ ഭാഗം, അനന്തര ജിഹാത്തുൻ സ്വത്ത് ഭാഗങ്ങൾ, 16 ലക്ഷം രൂപയാണ് എന്ന് ഭാഗങ്ങളെ, വിചാരിക്കുക. ഭാഗങ്ങളുടെ. ഇത് ഓഹരി പ്രത്യേകം ചെയ്യാൻ വളരെ പറയാനുള്ളത് എളുപ്പമാണ്. ഇന്നത്തെ 16 സബത്തിലെ ആശയങ്ങൾ വേഗം ലക്ഷം മനസ്സിലാക്കാൻ രൂപയുടെ വേണ്ടി 4 ആദ്യം എടുക്കുക. മലയാളത്തിൽ മാത്രം 16 ലക്ഷം വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഹരിക്കണം ഈ സബക്ക് കേൾക്കുന്ന സമയത്ത് 4. വരാൻ സാധ്യതയുള്ള സംശയങ്ങൾക്കുള്ള മറുപടികൾ കൂടി 4 ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ലക്ഷം. ആദ്യം ലളിതമായി ആശയങ്ങൾ ഓരോന്നും വേറെ വേറെ പറഞ്ഞത്. 16 ലക്ഷം നമ്പറിട്ട് പറഞ്ഞതുകൊണ്ട് മനസ്സിലാക്കാൻ വളരെ 4 സൗകര്യമാണ്. ഓഹരി ചെയ്തപ്പോൾ പിന്നീട് ഓരോ മിൻഹാജു ത്വാലിബീൻ, ഓഹരിയും നിഹായത്തുൽ 4 മുഹ്താജ്, ലക്ഷം മുഗ്നിൽ ഉണ്ട്. മുഹ്താജ് എന്നിവയിലെ ഇബാറത്തുകൾ വായിച്ച് 16 കൃത്യമായി അർത്ഥം ലക്ഷം പറഞ്ഞിട്ടുണ്ട്. രൂപയുടെ 4 അർത്ഥം വെച്ചത് 4 ലക്ഷം രൂപയാണ്. ശ്രദ്ധിച്ച് കേട്ട് 4 കൃത്യമായ ലക്ഷം രൂപ അർത്ഥങ്ങൾ പഠിക്കണം. ഭാര്യ പിന്നീട് ഫാത്തിമക്ക് ലഫ്ളുകളുടെ കൊടുക്കുക. വിവിധ അർത്ഥങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കി എല്ലാം 12 ലക്ഷം ആവർത്തിച്ച് കേട്ട് പ്രധാന കാര്യങ്ങൾ എഴുതി വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇനി വലിയ ഉപകാരമുണ്ടാകും. അനന്തരാവകാശികളായി ഉള്ളത് 4 സഹോദരന്മാരാണല്ലോ. اللهم اغفر തുല്യരാണ്. لنا ولوالدينا ولمشايخنا ولأساتذتنا ولتلاميذنا ولمن أوصانا بالدعاء 12 ലക്ഷം രൂപയെ ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب അപ്പോൾ النار ഓരോ ഓഹരിയിലും ربنا تقبل منا 3 إنك ലക്ഷം أنت السميع രൂപയുണ്ടാവും. العليم وتب علينا إنك أنت التواب ഇത് ഓഹരി الرحيم ചെയ്ത് കൊടുക്കാൻ വളരെ آمين എളുപ്പമാണ്. برحمتك يا أرحم الراحمين. السلام عليكم. 3 ലക്ഷം